Maharashtra presents Budget Analysis. Get Set Go in association with KLM Maxiva Finvest. തന്നെ മറ്റൊരു പ്രയോറിറ്റി സെഗ്മെന്റ് എന്ന് പറയുന്നത് അർബൻ ഡെവലപ്മെന്റ് ആയിരുന്നു. അതായത് നഗരങ്ങളുടെ വികസനമായിരുന്നു. നഗരങ്ങളുടെ വികസനം സംബന്ധിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്ന PM ആവാസ് യോജനയുടെ 2 വേർഷൻ, സെക്കൻഡ് വേർഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിൽ വരുമ്പോൾ ആ ഒരു നടപടി സ്വാഭാവികമായിട്ടും ഇൻഡയറക്റ്റ്ലി ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളാണ്. അത്തരത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ 30 ലക്ഷം അത്ര പോപ്പുലേഷനുള്ള 14 ഓളം സിറ്റികൾ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണ്. കാരണം വീടെന്നുള്ളത് പലരുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചിലവിന് പണിയാൻ പറ്റില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുമായിട്ട് കുറച്ച് മുമ്പേ ഞാൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു. ഇതുപോലെ ഒരു വീട് പണിയുമ്പോൾ അനുബന്ധ ഘടകങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലോട്ട് മേടിക്കുന്ന ഇപ്പോൾ ഒരു ടാറ്റയുടെ ഒരു ജനലാണ് മേടിക്കുന്നതെങ്കിൽ അങ്ങനെ ഓരോ പ്രോഡക്റ്റ് നമ്മളിപ്പോൾ കാജറിയ സെറാമിക്സ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങുന്നു? അതിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള സൗകര്യമായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി എന്തുകൊണ്ട് നമ്മളത് വാങ്ങുന്നു, ഈ കമ്പനിയെ നമ്മൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് കമ്പനികൾ കണ്ടെത്താം. സിമെൻറ്റ് സെക്ടറുണ്ട്, പൈപ്പ് സെക്ടറുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സെഗ്മെൻ്റ് ഉണ്ട്, സാനിറ്ററി വെയർ സെഗ്മെൻ്റ് ഉണ്ട്. അങ്ങനെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് സെഗ്മെൻ്റ് ഉണ്ട്, സ്റ്റീൽ കമ്പനികളുണ്ട്. അപ്പോൾ ഇത്തരം കമ്പനികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ആനുകൂല്യം എന്തായാലും ഇത്തരം കമ്പനികൾക്കുണ്ടാകും. മറ്റൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത ക്ലീൻ എനർജിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇടക്കാല ബഡ്ജറ്റിലും അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. റൂഫ് ടോപ്പ് സോളാർ പാനൽസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതേ പദ്ധതി തന്നെയാണ് ഇത്തവണയും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കമ്പനികൾ വലിയ തോതിൽ വളർച്ചാ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ചു കാലത്തൊരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഓൾറെഡി വളരെ ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. ഇനി ഈ ഓഹരികളിൽ ഇപ്പോൾ ഒരു നിക്ഷേപിക്കുന്ന ഒരു അവസരം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ വാർത്തകളൊക്കെ കേട്ട് ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും പീക്കിലാണ് പോയി മേടിച്ചതിന് ശേഷം ഇത് താഴെ കറക്റ്റ് ചെയ്യും. നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് അല്ലാതെ ഒരു വാല്യൂ ഉണ്ട്. അതാണ് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ വാല്യൂവിന് അടുത്ത് ഇപ്പോഴും നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. താഴേക്ക് വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ മേടിക്കാൻ തയ്യാറാവില്ല. ഇപ്പോൾ ആൻ്റണി വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കമ്പനികളൊക്കെ ഒരു 2 മാസത്തിനുള്ളിലാണ് ഒരു 500 ലെവലിൽ നിന്ന് കയറി ഇന്നിപ്പോൾ 700 ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തരം കമ്പനികൾ ഈ ഒരു സമയത്ത് മേടിക്കാതെ നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കുക. അത് താഴെ വരുമ്പോൾ ഒരു മാർക്കറ്റ് ഏതെങ്കിലും ഒരു കാരണവശാൽ അത് താഴേക്ക് വരുന്ന സമയത്ത് ഇത്തരം കമ്പനികളിൽ എൻ്റർ ചെയ്യുന്നതാണ് ആരോഗ്യപരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്നുള്ളത്. ഇനി അഥവാ ഇപ്പോൾ വാങ്ങിയേ പറ്റുള്ളൂ, ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ തിടുക്കം കാണിച്ചാൽ നമുക്ക് പണനഷ്ടത്തിന് ഇടയാവും. എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എൻ്റെ കാശ് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെയിറ്റ് ചെയ്യുക, പേഷ്യൻസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ഇത്തരം കമ്പനികൾ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അതിൻ്റെ ക്വാർട്ടർലി ഉള്ള പെർഫോമൻസ് നിങ്ങൾ വാച്ച് ചെയ്യുക. എന്നതിന് ശേഷം താഴെ വരുമ്പോൾ വാങ്ങുക. സർ, അതിനോടൊപ്പം തന്നെ ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പം ഈ ഒരു ക്ലീൻ എനർജി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലെത്തുന്ന ഒന്ന് സുസ്ലോൺ, പിന്നീട് KPI ഗ്രീൻ ടെക്, പിന്നെ അദാനി എനർജി ഒക്കെയാണ്. ഈ ഒരു കമ്പനികളെ പറ്റിയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ശരിക്കും ഇത്തരത്തിലൊരു ന്യൂസ് ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ നമുക്കറിയാം 2-3 വർഷമായിട്ട് ഗ്രീൻ എനർജി ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ ഇതിനൊരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ഉള്ള കമ്പനികളിൽ ഇതൊക്കെ അത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി വേണ്ടത് ഈ ഇത്തരം ന്യൂസുകൾ വന്ന് സ്റ്റോക്ക് പെർഫോം ചെയ്തു, ഇനി അത് കാണേണ്ടത് അതിൻ്റെ ബാലൻസ് ഷീറ്റിലാണ്. പെർഫോമൻസ് കാണേണ്ടത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഓരോ ക്വാർട്ടറിൽ അത് നിങ്ങളത് അനലൈസ് ചെയ്ത ശേഷം ഈ സുസ്ലോണൊക്കെ ഇന്നിപ്പം പലരും വളരെ ആകർഷകമായിട്ട് പറയുന്നുണ്ട്. ഞാനത് 500-600 ലെവലുകൾ കണ്ട സുസ്ലോണാണ് ഇന്ന് 24-30 ലെവലുകളിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പെട്ടെന്ന് ഒരാൾ സുസ്ലോൺ ഇപ്പം മേടിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ 4 വട്ടം ആലോചിക്കും. സാറിന് 2 വട്ടമല്ല 4 വട്ടം ആലോചിക്കും. കാരണം അന്ന് ഇതിന് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, കടമുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം റീസ്ട്രക്ചർ ചെയ്ത് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാത്തിരുന്ന് തന്നെ മേടിക്കുന്നതാണ് നല്ലത്. ഇനി വാങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് ക്വാണ്ടിറ്റി വാങ്ങി അതൊരു അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റിയിലേക്ക് എത്തുക. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ലെങ്കിൽ അതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. ഇത് ഈ കമ്പനികൾക്ക് മാത്രമല്ല, ഈ 2-3 വർഷമായിട്ട് കയറിയ എല്ലാ കമ്പനികളെയും പരിഗണിച്ചാലും ഓവർ വാല്യൂഡ് ആണെന്നുള്ളത് നമ്മൾ ഓർക്കുക. അപ്പോൾ അതിനനുസരിച്ച് വേണം പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ. Why look for rented homes when you can own one? Bank of Maharashtra brings you Maha Super Home Loan, where you get a higher loan amount with low EMI for the attractive interest rate with long repayment period. Now you too can own your dream home. Just visit bankofmaharashtra.in today and make it happen.
Bank of Maharashtra. एक परिवार, एक बैंक. ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ കഴിഞ്ഞ തവണ, അതായത് ഇടക്കാല ബഡ്ജറ്റിൽ അനുവദിച്ച 11.11 ലക്ഷം കോടി രൂപ തന്നെയായിരുന്നു അലോക്കേറ്റ് ചെയ്തിരുന്നത്. വലിയ മാറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഇതിലേക്ക് നോക്കുകയാണ്, ഇപ്പോൾ നേരത്തെ സാറ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു RBIയുടെ ഡിവിഡൻഡ് കിട്ടി എന്ന് കരുതി കൂടുതൽ അലോക്കേഷൻസ് ഉണ്ടാകില്ല എന്ന്. എങ്കിലും ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയിൽ ഈ ഇത്തരത്തിലുള്ള ഒരു പിന്മാറ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രതീക്ഷ ഒരു അലോക്കേഷൻ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇതുമായിട്ട് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിസ്റ്റഡ് സ്പേസിൽ ഓഹരികളിൽ റിഫ്ലക്റ്റ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഈ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ ചൈന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതൊരു പക്ഷേ ആ നാടിൻ്റെ പുരോഗതിക്ക് അതിനപ്പുറം രാജ്യസുരക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഒരുപക്ഷേ ഈ അലോക്കേഷനൊക്കെ ഒരു പരിധിവരെ അങ്ങോട്ട് മാറിപ്പോയേക്കാം. ഇതൊക്കെ വലിയ വലിയ കമ്പനികൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആനുകൂല്യം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയൊക്കെ അലോക്കേറ്റ് നമുക്ക് ചൈനയായിട്ട് ബന്ധപ്പെട്ട അരുണാചൽ പ്രദേശിലൊക്കെ ചില തുരങ്കങ്ങൾ, പാലങ്ങൾ ഒക്കെ നിർമ്മിക്കേണ്ടി വരെ. ഇതൊക്കെ അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു നാട്ടിൽ വന്നാലുള്ള അത്ര ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവം അത്തരത്തിൽ കാണില്ല. പക്ഷേ ഇത്തരമുള്ള കാര്യങ്ങൾക്ക് സർക്കാരിന് മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട്. കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അയൽ രാജ്യങ്ങളുമായിട്ട്, ഏറ്റവും അടുത്തുള്ള അയൽ രാജ്യങ്ങളുമായിട്ട് ചിലപ്പോൾ നമ്മൾ അവർ മറ്റു ശത്രു രാജ്യങ്ങളുമായിട്ട്, ഇപ്പം നിങ്ങൾ അസർബൈജാൻ, അർമേനിയ അത്തരത്തിലുള്ള ഇഷ്യൂസുകളൊക്കെ നിങ്ങളിപ്പോൾ കേട്ട് കാണും. അപ്പോൾ അത്തരത്തിലൊക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ L&T പോലുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്കാണ് അതുമായിട്ട് കൂടുതൽ പ്രയോജനം ലഭിക്കുക. അപ്പോൾ L&T എന്ന് പറയുന്നത് ഇൻഫ്ര മാത്രമല്ല, അവർക്ക് ഒരുമാതിരിപ്പെട്ട ഷിപ്പ് ബിൽഡിംഗ്, ഡിഫൻസ് തൊട്ടുള്ള എല്ലാ ഘടകങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കമ്പനികളെ നമ്മൾ നോക്കി വെക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ L&T, അതുപോലെ സീമെൻസ്, തെർമാക്സ് അതുപോലത്തെയുള്ള കമ്പനികൾ, ക്യാപിറ്റൽ അലോക്കേഷൻ കൂടുതൽ കിട്ടുന്ന കമ്പനികളെയും കൂടെ നമ്മൾ നോക്കി വെക്കാം. യെസ്. അപ്പം അതിനോടൊപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ ബജറ്റിലൊക്കെ പരിശോധിക്കുകയെങ്കിൽ ഏറ്റവും അധികം മെൻഷൻ ചെയ്തത് അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് മാറിയ സ്റ്റോക്ക് എന്ന് റെയിൽവേ തന്നെയായിരുന്നു. ഇത്തവണ റെയിൽവേയുടെ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 47.3%, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിനേക്കാളും 47% ഒരു വർധനവ് മാത്രമേ അലോക്കേഷൻ വരുത്തിയിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ റെയിൽവേ ഓഹരികൾ ഇനിയും ഒരു റാലിക്ക് സാധ്യതയുണ്ട്, ഒരു കറക്ഷനിലേക്കായിരിക്കുമോ പോകുന്നത്? തീർച്ചയായിട്ടും റെയിൽവേ ഓഹരികൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഇനീഷ്യൽ ഇപ്പോൾ ഈ കയറ്റത്തിൻ്റെ ഒരു ചെറിയൊരു ഇറക്കം കൂടെ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചാൽ മതി. റെയിൽവേ ഇപ്രാവശ്യം കാര്യമായി മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. നമ്മുടെ റെയിൽവേ ഇന്ന് കാണുന്ന പോലല്ല, 10 വർഷം മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനുകളല്ല ഇന്ന് നമുക്ക് തന്നെ കാണാവുന്നതാണ്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ ഹിൻഡാൽക്കോ പോലുള്ള കമ്പനികൾ ഈ ഇത്തരം വാഗൺ നിർമ്മാണത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ഇപ്പോൾ ജൂപ്പിറ്റർ വാഗൺ, അത്തരത്തിൽ RVNL, ഇങ്ങനെ ഒരുപാട് റെയിൽവേ സ്റ്റോക്കുകളുണ്ട്. അതിന് റെയിൽവേ സ്റ്റോക്കുകൾ ഇനിയൊരു പെർഫോമൻസിനും സാധ്യതയുണ്ട്. പക്ഷേ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സെല്ലിങ് കഴിഞ്ഞതിന് ശേഷമാണ് അത്തരം കമ്പനികൾ നോക്കി മേടിക്കുന്നതാണ് നല്ലത്. റെയിൽവേ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ആദ്യം ഈ ന്യൂസ് കൊണ്ടുള്ള ഒരു ചാട്ടമാണ് ഇപ്പം സ്റ്റോക്കുകളിൽ കാണുന്നത്. റിയൽ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും റെയിൽവേ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. റെയിൽവേ മാത്രമല്ല, റെയിൽവേ ആയിട്ട് അനുബന്ധമായി നിൽക്കുന്ന എല്ലാ കമ്പനികളും, ഇപ്പോൾ അതായത് ട്രെയിൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ പാളം, അത്തരത്തിൽ നമുക്കറിയാം അതിൻ്റെ വീല് ഉണ്ടാക്കുന്ന കമ്പനികൾ തൊട്ട് അതിനകത്ത് വയറിങ് അങ്ങനെയുള്ള കമ്പനികൾ തൊട്ട് എല്ലാ കമ്പനികളും നല്ല രീതിയിൽ AC വരെയുള്ള ഉണ്ടാക്കുന്ന കമ്പനികൾ വരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. യെസ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താവുന്ന IRCTC പോലൊരു കമ്പനിയാണ്. അപ്പോൾ IRCTC സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ സ്പിരിച്വൽ ടൂറിസം പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറിയാണ് IRCTC എന്ന് പറയുന്നത്. IRCTC പൊതുവെ മറ്റ് റെയിൽവേ ഓഹരികളെ സംബന്ധിച്ചിട്ട് ഒരു അല്പം അണ്ടർ പെർഫോമിംഗ് ആണ്. IRCTCയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ IRCTC മറ്റ് സ്റ്റോക്കുകളെ പോലെ എത്രയും കയറാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സർവീസാണ്. ആ സർവീസ് എല്ലാവർക്കും ഫീൽ ചെയ്യണമെങ്കിൽ ഈ വന്ദേ ഭാരത്, നമ്മുടെ സാധാരണ ട്രെയിനൊക്കെ എല്ലാം വന്ദേ ഭാരത് പോലുള്ള ട്രെയിനായി മാറി ആൾക്കാർക്ക് കുറച്ചുകൂടെ അത് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഈ IRCTCയുടെ ബാലൻസ് ഷീറ്റിൽ അത് നമുക്ക് അത് കാണാൻ തുടങ്ങുക. അതല്ല, ടിക്കറ്റ് ബുക്കിങ്ങും അത്തരം കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. പക്ഷേ അത് വരണമെങ്കിൽ മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ എൻവയോൺമെൻറ്റ് കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ IRCTC വളരുകയുള്ളൂ. എപ്പോഴും ഈ റെയിൽവേ സ്റ്റോക്ക് പറയുമ്പോൾ IRCTC പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു പെർഫോമൻസും മാറേണ്ടതുണ്ട്. മാറിക്കഴിഞ്ഞാൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന പോലെ IRCTC ഒരു സ്റ്റോക്ക് പ്രൈസിലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുള്ളൂ.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പിരിച്വൽ ടൂറിസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പിരിച്വൽ ടൂറിസത്തിൽ ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഡയറക്റ്റ് ബെനിഫിഷ്യറി ആകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഹോട്ടൽ ഓഹരികൾ തന്നെയാണ്. എന്നപ്പോൾ ഹോട്ടൽ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ഓഹരികളിലും വളരെ വ്യക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും G20 അതിനോടൊപ്പം തന്നെ വേൾഡ് കപ്പ് ഒക്കെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് വലിയ തോതിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും വലിയ നിക്ഷേപ റഡാറിലേക്ക് എത്തിയ ഒരു സെഗ്മെൻറ്റ് കൂടിയാണ് ഈ ഒരു ഹോട്ടൽ ഓഹരികൾ എന്ന് പറയുന്നത്. ഹോട്ടൽ സെഗ്മെൻറ്റിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സെഗ്മെൻറ്റിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ഓഹരികൾ ഏതൊക്കെയാണ്? നമുക്ക് ലെമൺ ട്രീ ഹോട്ടൽ, അത് ITC അതുമായിട്ട് ബന്ധപ്പെട്ട ഹോട്ടൽസ്, ഇന്ത്യൻ ഹോട്ടൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് പരിഗണിക്കാവുന്നതാണ്. ഹോട്ടൽ സെക്ടർ ചെറിയൊരു റണ്ണിങ് കഴിഞ്ഞിട്ട് ഇനിയും ഹോട്ടൽ സെക്ടറിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ സ്പിരിച്വൽ ടൂറിസം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ഇപ്പം അയോധ്യയിൽ രാമക്ഷേത്രം വന്നപ്പോൾ അതിന് ചുറ്റുവട്ടത്തുള്ള ടൂറിസം മേഖലകളും ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ പ്രഖ്യാപനം നടന്ന് ഇതെല്ലാം ആൾക്കാർക്ക് കാണാനും ഈ സ്പിരിച്വൽ ടൂറിസം ആണെങ്കിൽ അവിടെ പോകാനൂടെയൊക്കെ തോന്നണം. അപ്പോൾ അത്തരത്തിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ഇത് കൂടുതലായിട്ട് ഇത് റൺ ചെയ്യാൻ സാധ്യതയുള്ളൂ. കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴും ടൂറിസത്തിന് ബാധകമാണ്. അപ്പോൾ ഇത് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നാൽ വീണ്ടും ഇതുപോലെ ഈ ഹോട്ടൽ മേഖല, ഹോസ്പിറ്റാലിറ്റി ഏരിയ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും. ഇനി ഇത്രയും നമ്മൾ ബജറ്റിൽ പ്രയോറിറ്റൈസ് ചെയ്ത സെഗ്മെൻറ്റുകളായിരുന്നു സംസാരിച്ചത്. ഇനി ബജറ്റിൽ അത്ര പ്രയോറിറ്റി കിട്ടാത്ത ഒരു സെഗ്മെൻറ്റാണ് ഫാർമ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ബജറ്റ് സ്പീച്ച് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും എക്സ്റേ ട്യൂബുകൾക്കും അതിനോടൊപ്പം തന്നെ 3 ക്യാൻസർ ഡ്രഗുകൾക്കും മാത്രമാണ് ടാക്സ് എക്സംഷൻ നടത്തിയിട്ടുള്ളത്. മറ്റൊരു വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഈ മേഖലയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഇക്കണോമിക് സർവേയിൽ പറയുന്നത്, അതായത് ഇതുവരെ ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസി എന്നാണ് അറിയപ്പെടുന്നത്, ആ ഒരു ലെവലിലേക്ക് എത്തിയത് ഇതിനു മുമ്പ് അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഒരു റിസൾട്ടാണ്, അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അതിൻ്റെ അത്തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള അലോക്കേഷൻസ് ഒന്നും തന്നെ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ ലോങ് ടേമിൽ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയില്ലേ? ഇല്ല, ഈ ബഡ്ജറ്റിൽ അലോക്കേഷൻ വന്നില്ല എന്ന് കരുതി ഫാർമ സെക്ടറിൽ വലിയ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി FMCG സെഗ്മെൻറ്റ് പോലെ അടുത്തൊരു ബ്രേക്കൗട്ട് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഫാർമ. നിങ്ങൾക്ക് ഫാർമയിലുള്ള സ്റ്റോക്കുകൾ എല്ലാം പരിഗണിക്കാം. നമുക്കറിയാം അരവിന്ദോ ഫാർമ, അത്തരത്തിലുള്ള നമ്മുടെ ഇവിടെയാണെങ്കിൽ പല ടൈപ്പിലുള്ള ഫാർമ, ചെറിയ ഫാർമ തൊട്ട് സ്പെഷ്യലൈസ്ഡ് ചെയ്യുന്ന ഫാർമ, അങ്ങനെ പല തരത്തിലുള്ള കമ്പനികൾ അവൈലബിൾ ആണ്. അത്തരം കമ്പനികൾ തീർച്ചയായിട്ടും നോക്കി വെക്കുക. ഫാർമയിലൊരു ബ്രേക്കൗട്ട് നടക്കാനുണ്ട്. പല സ്റ്റോക്കുകളിലും അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ മാർക്കറ്റ് പലപ്പോഴും താഴെ പോകുമ്പോൾ ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന സെഗ്മെൻറ്റ് കൂടിയാണ് ഈ ഫാർമ FMCG എന്നുള്ള സെഗ്മെൻറ്റ്. തീർച്ചയായിട്ടും ഫാർമ കമ്പനികൾക്കും നല്ല ഭാവിയുണ്ട്. തീർച്ചയായിട്ടും ഫാർമയ്ക്കപ്പുറം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ കമ്പനികളാണ്. നമ്മൾ ഈ അപ്പോളോ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നാരായണ ഹൃദയാലയ പോലുള്ള ഹോസ്പിറ്റൽ കമ്പനികളിലൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ കമ്പനികൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ? ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽസ് എപ്പോഴും നമുക്കറിയാം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, എപ്പോഴും ഓടിച്ചെല്ലുന്നതാണ്. ഈ ഫാർമ കമ്പനികൾക്ക്, ഫാർമ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുള്ളത് വേറെ കാര്യം, പക്ഷേ ഈ ഫാർമ കമ്പനികൾക്ക് ഇപ്പോൾ US-ലൊക്കെ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് US FDA അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ വരും. അതേസമയം ഈ ഹോസ്പിറ്റലുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത്തരത്തിൽ അപ്പോളോ ഹോസ്പിറ്റൽ, നാരായണ ഹൃദയാലയ, അതുപോലെ റെയിൻബോ ചിൽഡ്രൻ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ ഫാർമ ഓഹരികളുടെ കൂട്ടത്തിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് പ്രീഷ്യസ് മെറ്റൽസുമായി ബന്ധപ്പെട്ടുള്ള GST കുറച്ചു എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ചും ഗോൾഡ് തന്നെയാണ് എടുത്തു പറയുന്നത്. സ്വർണ്ണത്തിൻ്റെ 18% എന്നുള്ളത് ഇപ്പോൾ 9% നിലവിലെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഗോൾഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കല്യാൺ ജുവലേഴ്സ്, ടൈറ്റൻ പോലെയുള്ള ഓഹരികൾക്കൊക്കെ ഈ ഒരു മൂവ്മെൻറ്റ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? അത് നമുക്ക് 2 ദിവസത്തെ ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടാൽ തന്നെ അറിയാം. ഈ ഗോൾഡിന് പ്രൈസ് കുറയുന്നുണ്ട്. ഇപ്പോൾ കള്ളക്കടത്ത് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുറച്ച് കുറയാനുള്ളൊരു കാരണമാണ്. പൊതുവേ ഗോൾഡിൻ്റെ പ്രൈസ് നമ്മുടെ ഇവിടെ നിന്ന് കുറയാനുണ്ട്. എൻ്റെ വ്യക്തിപരമായൊരു വലിയ രീതിയിലൊന്നും ഗോൾഡിൻ്റെ പ്രൈസ് താഴേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഈ ടാക്സിൻ്റെ ഒരു ഗുണം അത് നമുക്ക് വിലയിൽ കാണാൻ പറ്റും. ഗോൾഡ് കയറുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ടാക്സ് കൊണ്ട് മാത്രമല്ല, ഗോൾഡിന് ഇൻ്റർനാഷണൽ തലത്തിലുള്ളൊരു മാർക്കറ്റുണ്ട്. ശരിക്കും നമ്മൾ പലപ്പോഴും ഡോളറൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അത് വന്നാൽ ഒരു പോസിറ്റീവായിട്ട് വരുന്നത് ഈ ഗോൾഡിനെ കൂടിയാണ്. അതുപോലെ തന്നെ 14ഓളം സെൻട്രൽ ബാങ്കുകൾ ഈ ഗോൾഡ് മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോളറിന് പകരം ഒരു സേഫ്
എന്നുള്ള രീതിയിൽ പലരും കാണുന്നത് ഗോൾഡിനെയാണ്. അപ്പോൾ അത്തരത്തിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടാം. അതായത് ഇപ്പോൾ ഇന്ന് കാണുന്ന വലിയൊരു ഇപ്പോൾ ഈ നമ്മുടെ ഈ കട്ട് വന്നുകൊണ്ട്, അതായത് ടാക്സിൽ ഒരു ചെറിയൊരു കട്ട് വന്നുകൊണ്ട് ഇത് ഒരു പരിധിക്കപ്പുറം ഒന്നും താഴേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇനിഷ്യലി ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ബാലൻസ് ചെയ്ത ശേഷം തിരിച്ചു കയറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ വളരെ ആശ്വാസമാണ്. ഇപ്പോൾ അടുത്ത് ഇനി ചിങ്ങമാസമൊക്കെ വരുമ്പം കല്യാണം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോഴത്തെ ഈ വീഴ്ചയിൽ കുറച്ച് ഗുണമായി വരാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ തന്നെ നമുക്ക് ഈ ഗോൾഡ് അത് ഡീൽ ചെയ്യുന്ന കമ്പനികൾ നമുക്ക് പരിഗണിക്കാം. ഇപ്പോൾ ടൈറ്റാൻ, കല്യാൺ ജ്വല്ലസ്, അത്തരത്തിലുള്ള ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ അത്തരത്തിൽ പരിഗണിക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ പ്രൈസ് 2 ദിവസത്തെ മൂവ്മെൻറ്റ് നമ്മൾ വാച്ച് ചെയ്താൽ തന്നെ അറിയാം, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ. യെസ്, ഇനി നികുതി വ്യവസ്ഥയിലെ മാറ്റങ്ങൾ പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു ടാക്സിൻ്റെ ഒരു സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞാൽ ഒരു സാധാരണ നിക്ഷേപകന് ട്രേഡർ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് STT വർദ്ധിപ്പിച്ചതായിരുന്നു. STT വർദ്ധിപ്പിക്കുന്നത് ഒരു സാധാരണ ട്രേഡറിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുക? സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ സെബിയുടെയൊക്കെ തന്നെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഈ ട്രേഡ് ചെയ്യുന്നതിൽ 90% ആൾക്കാർ ലോസ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ലോസ് ഒരു കുറച്ച് ഈ പറയുന്ന പെർസെൻറ്റേജ് കൂടെ കൂടും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി STT കൂട്ടിയത് കൊണ്ട് ഈ പറയുന്ന ട്രേഡേഴ്സ് മാറി നിൽക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇതിനു മുമ്പ് ചിദംബരം STT മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്നുണ്ടായിരുന്നതിലും എത്രയോ മടങ്ങ് ഇരട്ടി ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് സ്പെക്കുലേറ്റ് ചെയ്യുന്നതിൽ എത്രയോ മടങ്ങ് ആൾക്കാരാണ് ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷം ഈ ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻട്രസ്റ്റ് വന്ന് ഇത്ര ആൾക്കാർ ട്രേഡ് ചെയ്യുന്നു എന്നല്ലാതെ ഇതിൻ്റെ ഈ ഒരു ഇത് വന്നുകൊണ്ട് ആൾക്കാർ ഇട്ടേച്ച് പോകുന്നൊന്നും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ തോന്നുന്നില്ല. ആൾക്കാർ ഇത് ട്രേഡ് ചെയ്യും. നമുക്ക് ടാക്സ് കൂടുന്നത് കൊണ്ട് നമ്മളൊരു കാര്യം നിർത്തിവെക്കുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ 18% ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഇപ്പോഴും മേടിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെ സംബന്ധിച്ച് STT ഇത്രയും കൂട്ടിയുകൊണ്ട് ആരും ട്രേഡിങ് നിർത്താൻ സാധ്യതയില്ല. 2 ദിവസമൊക്കെ ഈ ഒരു നിലപാട് വന്നപ്പോൾ ഒരു ബഹളമൊക്കെ വെച്ച് നടക്കും. പലരും ഈ STT കൂടുതലാണ് അല്ലെങ്കിൽ പ്രോഫിറ്റിന് ഇത്ര ടാക്സ് കൂടുന്നു എന്നൊക്കെ ആകുലപ്പെടുന്നതല്ലാതെ പലരുടെയും ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഈ പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത് കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ടാക്സ് കൂടുന്നത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് തീർച്ചയായിട്ടും അവരിത് ശ്രദ്ധിക്കും. അവർ ചെയ്യുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റി കുറച്ചുകൂടെ ഷാർപ്പൺ ചെയ്യാൻ അവർ ശ്രദ്ധിക്കും. വളരെ കുറച്ച് ട്രേഡ് എടുത്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ അവർ ആരായും. ഇത് വന്നതുകൊണ്ട് ആൾക്കാർ ട്രേഡിങ് നിർത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാമെന്നല്ലാതെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ ഒരു STT എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മാറി നിൽക്കും, വോളിയം കുറയും എന്നൊക്കെ തോന്നാം. ഇനി ഇത് മാത്രമല്ല, ഇനി ബ്രോക്കിംഗ് ഫേം എല്ലാം അധികം താമസിയാതെ അവരുടെ ചാർജസ് കൂട്ടാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. മിക്കവാറും ഒക്ടോബർ 1 തൊട്ട് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ അത് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിക്ഷേപൻ എന്ന രീതിയിൽ അവർക്ക് ചിലവ് കൂടും. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ കൃത്യമായ സ്ട്രാറ്റജിയും നമുക്ക് പറ്റുന്ന രീതിയിൽ ട്രേഡ് ചെയ്യുക, ട്രേഡിൻ്റെ എണ്ണം കുറയ്ക്കുക, കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. സാർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു STT വലിയ തോതിൽ നിക്ഷേപകരെ ബാധിക്കും. പക്ഷേ ഈ STTയുടെ വർധനയും ഒപ്പം തന്നെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെബി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, യൂണിഫോം ആയിട്ടുള്ളൊരു ഫീ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള നടപടികളൊക്കെ കൂടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും വോളിയത്തിലൊരു കുറവ് വരാൻ സാധ്യതയില്ലേ? വോളിയത്തിലൊരു വലിയ കുറവൊന്നും വരാൻ സാധ്യതയില്ല. നമുക്കറിയാം, ഒരു 10 ലക്ഷം താഴെയുള്ള ആൾക്കാരാണ് ഒരു 80% ആൾക്കാരും ട്രേഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് അതിന് മേളിലുള്ള ആൾക്കാരാണ്. അവരാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതും. കുറച്ച് നാളത്തേക്ക് ആൾക്കാരൊന്ന് മാറി നിൽക്കാമെന്നല്ലാതെ ഇതിനകത്ത് ഇറങ്ങിയ ആൾക്കാർ വീണ്ടും ഇതിനകത്തോട്ട് വരാനൊരു സാധ്യതയുണ്ട്. ട്രേഡിംഗ് എന്ന ആംഗിൾ അഡിക്റ്റഡ് ആകുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ വീണ്ടും കാശുമായിട്ട് വരും. ഇനി ബുദ്ധിപരമായിട്ട് മാറി നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലേക്ക് തിരിയും. അവർ ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കാനുള്ള സാധ്യതകൾ ആരായും അതിനുള്ള തന്ത്രങ്ങൾ നോക്കും, അവർ പഠിക്കും, അവർ ചെയ്യും. ഇനി ആൾക്കാരെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഈ സെബിയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു നീക്കമായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്കാക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കുറച്ച് മുമ്പേ ഞാൻ സൂചിപ്പിച്ചു, വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട പണം മുഴുവൻ ഇവിടെ സ്പെക്കുലേറ്റ് ചെയ്ത് കളയുകയാണ് എന്നുള്ളൊരു രീതിയിലാണ് സർക്കാർ ഇതുപോലെ പറയുന്നത്. അതുപോലെ തന്നെയാണ് സെബിയുടെ ചെയർപേഴ്സണും പലപ്പോഴും ഇങ്ങനെ പറയുന്നത്. ഇതിന് ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് പോലുള്ള ആൾക്കാർ വളരെ ചെറിയ എമൗണ്ടിന് ട്രേഡ് ചെയ്യാനുള്ള സൗകര്യം തന്നിട്ട് ആൾക്കാർ ഇതിനകത്ത് അഡിക്റ്റഡായി ഒരുപാട് ആൾക്കാർ പണം കളയുന്നതായിട്ട് നമുക്ക് പേഴ്സണലി അറിയാം. ഇല്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ബഹളം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് സെബിയുടെ കണക്ക് പ്രകാരം ഈ 90% കാശ് കളയുന്ന
ഇതിനെപ്പറ്റിയാണ്. ബാക്കി 10% ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം അറിയാം. അപ്പോൾ വോളിയത്തിലൊന്നും കാര്യമായ ചേഞ്ച് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവർ പോയാൽ പുതിയ ആൾക്കാർ വരും, പഴയ ആൾക്കാർ വീണ്ടും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അല്ലാത്തൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വേറെ ഒരുപാട് അസറ്റ് ക്ലാസ്സുകളുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന ഏതാണ് എന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ചിലവിനെയൊക്കെ ഓവർകം ചെയ്യുന്നൊക്കെ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. യെസ്, അപ്പം തന്നെ ഇപ്പം സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്രോക്കിംഗ്, അതായത് ഡിസ്കൗണ്ടഡ് ബ്രോക്കിംഗ് ഫേമുകളെ സംബന്ധിച്ച്. ഡിസ്കൗണ്ടഡ് ബ്രോക്കിംഗ് ഫേമിൽ ധാരാളം ഫേംസ് ലിസ്റ്റഡ് സ്പേസിലും ഉണ്ട്. ഇത്തരത്തിലൊരു നടപടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു റവന്യൂവിനെ ബാധിക്കാനുള്ളൊരു സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ മുന്നോട്ടേക്ക് ഈ ഒരു ഓഹരികളുടെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും എൻ്റെ റവന്യൂവിനെ ബാധിക്കും. ഈ വാർത്ത വന്നപ്പോൾ തന്നെ നമുക്കറിയാം ലിസ്റ്റഡ് സ്പേസിലുള്ള പല കമ്പനികളുടെയും അതിൻ്റെ പ്രൈസ് താഴേക്ക് പോയി. പക്ഷേ അത് ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം ഇതൊക്കെ തന്നെ വീണ്ടും തുടരാനാണ് സാധ്യത. അല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്ഥാപിക്കാമെങ്കിൽ പോലും നമ്മൾ ഇത്രയും നാളത്തൊരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതും അങ്ങ് കഴിഞ്ഞു പോകും. ആൾക്കാർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനും തന്നെ വരും. ചിലവ് കൂടുന്നത് ഒരു പരിധിക്കപ്പുറം കൂടിയാലേക്കേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ട് വരുള്ളൂ. നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ 10%, 12% ആയാൽ പോലും 1 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഒരാൾ 12,000 രൂപ കൊടുത്താൽ പോരെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ 80% ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 50 പൈസ കൂടിയാലും 1 രൂപ കൂടിയാലും ഒന്നും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു ടാക്സിലുണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ളൊരു ടാക്സിൽ ഇംപ്ലിക്കേഷൻ ആയിരുന്നു. ബൈബാക്ക് നടത്തുമ്പോൾ ഓരോ ഇൻവെസ്റ്ററുടെയും സ്ലാബിനനുസരിച്ചുള്ള നികുതി അടയ്ക്കണമെന്നാണ് പുതിയൊരു പ്രപ്പോസൽ വന്നിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇത് ബൈബാക്ക്, അതായത് ഇൻവെസ്റ്ററുടെ നികുതി ഭാരം വർദ്ധിപ്പിക്കില്ലേ? ഈ ലോകത്ത് ഉറപ്പായിട്ടുള്ളത് ഒന്ന് മരണവും ടാക്സേഷനുമാണ്. എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ ഫ്രാങ്കിളിനാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടാക്സിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും എനിക്കും ഇങ്ങനെ തോന്നാറുണ്ട്. വന്ന് ഇനിയിപ്പോൾ NSEയുടെയോ സെബിയുടെയൊക്കെ വാതിൽക്കൽ കൂടെ നടന്നു പോയാൽ പോലും ടാക്സ് അടിക്കുന്ന പോലെയാണ്. ഈ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ കമ്പനി റിസർവ് എടുത്താണ്, റിസർവിലുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈബാക്ക് ചെയ്യുന്നത് ഓൾറെഡി അവർ ടാക്സ് കൊടുക്കുന്നതാണ്. ഇനി നമ്മുടെ ഈ കിട്ടിയാൽ അതിനകത്തുനിന്ന് വീണ്ടും ടാക്സ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ടാക്സ് ചെയ്യുന്നതൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ടാക്സേഷൻ എന്നുള്ളത് ഒഴിവാക്കാൻ ആവില്ല. ഇത് തീർച്ചയായിട്ടും ബൈബാക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ മാറി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരു സ്റ്റോക്ക് മേടിക്കുന്ന പോലല്ല, ബൈബാക്ക് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് ഇതിന് സമയം എടുക്കാനും അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ബൈബാക്ക് വേണ്ടാന്ന് തീരുമാനിക്കാനൊക്കെ ഉള്ള സമയമുണ്ട്. ആൾക്കാർക്ക് ട്രേഡിങ്ങിലുള്ള അത്ര ഇൻട്രസ്റ്റ് ഈ ബൈബാക്കിൽ വന്നോളണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് ടാക്സൂടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള താല്പര്യം കുറയാനുള്ളൊരു സാധ്യതയും ഇതിനകത്ത് കാണാം. ഈ നടപടി കോർപ്പറേറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വിലയിരുത്തുക? നമ്മൾ കമ്പനിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർ ഓൾറെഡി ഇത് ടാക്സ് കൊടുക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബൈബാക്കിന് വരുന്നതിന് മുമ്പ് അവർ ഒന്നുകൂടെ ആലോചിക്കും. പക്ഷേ ബൈബാക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഒരു കോൺഫിഡൻസ് ആണ്. അവർ തിരിച്ച് പ്രൊമോട്ടർമാർ തന്നെ മേടിക്കുകയോ അല്ലെങ്കിൽ കമ്പനി തിരിച്ച് ഷെയർ മേടിക്കുകയോ ചെയ്യുന്ന അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ ഇതാണ് ക്യാഷ് പോകുന്നത്. അപ്പോൾ ബോധറാവേണ്ട കാര്യമില്ല. അവർ ബൈബാക്കിനൊക്കെ അതുപോലെ അനൗൺസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ആൾക്കാർ അങ്ങനെ ചെയ്യാനും സാധ്യതയുണ്ട്. ഇനി ആൾക്കാരത് എത്രമാത്രം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അത് ഒരുപക്ഷെ ആൾക്കാർ മാറി നിൽക്കാൻ ഒരു കാരണമായേക്കാം. മറ്റൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്ന അൺലിസ്റ്റഡ് ആയിട്ട് വരുന്ന ഫൈനാൻഷ്യൽ അസറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പം ബോൺസ് ഒക്കെ പോലെ ഡിബഞ്ചേഴ്സ് ഒക്കെ പോലുള്ളത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനും ടാക്സ് കൊടുക്കണമെന്നാണ് പുതിയൊരു പ്രപ്പോസൽ വന്നിരിക്കുന്നത്. ഇത് വീണ്ടും ഒരു സാധാരണക്കാരൻ ഈ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ഒരു അല്ലെങ്കിൽ നികുതി ഭാരം വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഈ അൺലിസ്റ്റഡ് ഷെയർസ് പൊതുവേ നമ്മുടെ ഇവിടെ അധികം അങ്ങനെ ആൾക്കാർ ഇടപെട്ട് കണ്ടിട്ടില്ല. അതുപോലെ കൃത്യമായിട്ട് അറിയാവുന്നവർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമ്മളുടെ ഈ സിയാൽ പോലുള്ള കമ്പനികളുടെ ഷെയർസാണ് കൂടുതലും ആൾക്കാർ ചോദിച്ചു വരുന്നത്. നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആൾക്കാർ പലപ്പോഴും ആ മേഖലയിൽ താല്പര്യം കാണിക്കാത്തത്. പിന്നെ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉള്ളവരാണ് പിന്നെ കൂടുതൽ അതിനകത്ത് ട്രൈ ചെയ്യാവുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. ടാക്സ് കൂടുതൽ വരുമാനം കിട്ടുന്നിടത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യാം. ടാക്സ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ ആ മേഖലയിലേക്ക് വരാം. ഈ ബൈബാക്കിലും ഇതേ സംഭവം തന്നെ ആപ്ലിക്കബിൾ ആണ്. അല്പം ടാക്സ് കൊടുത്താലും നമുക്ക് നല്ല റിട്ടേൺ കിട്ടുമെന്നുള്ളൊരു അന്തരീക്ഷം വന്നാൽ അവിടെയും ഇതുപോലെ തന്നെ അൺലിസ്റ്റഡ് ഷെയർസ് ഡീൽ ചെയ്യാൻ ആൾക്കാർ താല്പര്യം കാണിക്കാം. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു അൺലിസ്റ്റഡ് ഷെയർ സെഗ്മെൻറ്റിൽ ടാക്സ് ഏർപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഫ്ലോ ലിസ്റ്റഡ് ഷെയർസിലേക്ക് വരാനുള്ളൊരു സാധ്യത കൂടിയില്ലേ?
അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് ഒരു സ്റ്റോക്ക് മേടിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു ദിവസം നമ്മുടെ മൊബൈലിൽ തന്നെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എന്തിന് ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു ഷെയർ മേടിക്കണം എന്നുള്ളൊരു തോന്നൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വരാം. ഇപ്പോൾ ഈ യൂട്യൂബും മറ്റും സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എത്തുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ലിസ്റ്റഡ് സ്പേസിലേക്ക് ആൾക്കാർക്ക് വരാം. സർ, ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് ആയിരുന്നു നൽകിയത്. പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവരെ എങ്ങനെയാണ് ഈ ഒരു ബജറ്റ് അഫക്റ്റ് ചെയ്യുക എന്നതിനെപ്പറ്റി വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. സർ, ഒന്നുകൂടി വളരെയധികം മൈഫിൻ ടിവിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഏതായാലും വീണ്ടും പുതിയ ഡീറ്റെയിൽസും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Bank of Maharashtra presents Budget Analysis. Get Set Go in association with KLM Maxiva Finvest. Why just dream about a car when you can own one? Bank of Maharashtra brings you Maha Super Car Loan, where you get instant hassle-free loans at attractive interest rate. And all this with no prepayment penalty, no hidden charges. So don't wait. Apply for Maha Super Car Loan today and hit the road with confidence. Just visit bankofmaharashtra.in today and make it happen. Bank of Maharashtra. Ek parivar, ek bank.